എടുത്തോളൂ. കാക്കകൾക്ക് കൊടുക്കാനാ. അവർക്ക് കൊടുത്തിട്ടേ അച്ഛൻ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. അവർ പിതൃക്കളാണെന്നാണ് അച്ഛൻ പറയാറ്. ചായയും വേണ്ട, ചോറും വേണ്ട. ഇപ്പൊ എത്തുമല്ലോ അല്ലേ? ഇപ്പൊ എത്തുമല്ലോ. മാത്യു സാറേ, നമുക്ക് ആ മരം മുറിക്കുന്ന പയ്യനെയും കൂടെ ഒന്ന് വിടണം. നമുക്ക് ആ മാവ് ഒന്ന് മുറിക്കാനുള്ള അച്ഛൻ അവിടെ നിൽക്ക്. അകത്തേക്ക് ഒന്ന് കേൾപ്പോ. ശരി. എന്താ പറയുക, നമ്മൾക്ക് ആ പ്ലാന് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ മാവ് മുറിച്ചാലേ നമുക്ക് പറ്റുള്ളൂ. മാവ് എന്തായാലും മുറിക്കണം. ശരി. പയ്യനോട് എന്തായാലും പറയണേ. പയ്യനെ വിടണം ആദ്യം. നമുക്ക് അത് കഴിഞ്ഞാലേ നമുക്ക് ആ കസ്റ്റമറിന്റെ എടുക്കാൻ പറ്റുള്ളൂ. ശരി. ഇപ്പൊ വിടുമല്ലോ അല്ലേ? ശരി. ആളുകൾ വരാനുണ്ട്. എന്തൊന്ന് അകത്തേക്ക് പോ. നാളെ മാനൊക്കെ എടുത്തല്ലേ, ഒന്ന് അകത്ത് പോ. ശരി. നമുക്ക് വേണ്ടത് ആ കാണുന്ന വലിയ മാവും അതിനപ്പുറം കാണുന്ന പേര രണ്ട് മൂന്ന് മരങ്ങളുണ്ട്. അത് മുറിക്കണം. ഇതൊന്ന് അവിടെ നിൽക്കുക. ഇതൊന്നാണ് നിൽക്കുക. അങ്ങോട്ട് നിൽക്കുക. താൻ പറഞ്ഞത് കേൾക്കണോ? ഓരോരുത്തർ പറഞ്ഞു വിടുന്നത് ഇതുപോലെ പറയണില്ലേ? തന്റെ പറ്റുകൾ ചെയ്യാം. ഒന്നകത്തേക്ക് പോവാ. അമ്മേ, ഒന്ന് അകത്തേക്ക് എങ്ങാനും വിളിക്കുന്നത്. അല്ലാത്തൊരു ശല്യമാണിത്. എന്താണ് അമ്മേ, ഒരാളെങ്കിലും വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ വീട്ടിൽ. നോക്കിയത് എന്തൊരവസ്ഥയാണിത്. വല്ല വൃദ്ധസദനത്തിനും കൊണ്ട് ഞാൻ വിടും. ഒന്ന് അമ്മ അകത്തേക്ക് പോ. നമുക്ക് വീട്ടിലേക്ക് ഒരാൾ വരാൻ പറ്റാത്ത അവസ്ഥ. സാർ എനിക്ക് നോക്കാം. നമുക്ക് എന്താക്കാൻ ആ കാണുന്ന ഭാഗത്തേക്കാണ് നമ്മളെ 2 കാർ പോർച്ച് വരാനുള്ളത്. അത് മുറിക്കണം. നമുക്ക് ആ മാവ് മുറിച്ചതിന് ശേഷം നമുക്ക് ആ ഭാഗത്ത് രണ്ട് ബോക്സ് വേണം. അല്ല, അത് കുഴപ്പമില്ല. നമുക്ക് അതൊന്നും കുഴപ്പമില്ല. പണ്ടുള്ള ഒരു മാവ് ഉണ്ടാക്കി അത് നോക്കിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം നമ്മളെ പ്രായോഗികല്ലേ നോക്കേണ്ടത്. നോക്കാം സാറ് കാര്യം നമുക്ക് അവിടെ നോക്കാം. നമ്മുടെ ആഗ്രഹത്തേക്കാണ് ആ സൈഡ് നോക്കിയോ. അങ്ങോട്ട് കേൾക്കണം. അത് കിട്ടുള്ളൂ. അളവ് കിട്ടുള്ളൂ. എന്തായാലും ആ മാവ് വരെ നോക്കേണ്ടി വരും. അത് മുറിക്കാം. അതൊന്ന് നോക്കണം. എന്താണ് അമ്മേ ഇത്? ഒന്ന് അകത്തെങ്ങാനും കൊണ്ട് വെക്കി. വല്ലാത്ത ശല്യമാണല്ലോ ഇത്. വല്ലാത്തൊരു ശല്യമാണ്. നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ പറയല്ലേ. ഞാൻ എന്താ പറയണ്ടേ? പറയൂ നിങ്ങള്. ശരി മാത്യു സാർ, നമുക്ക് പിന്നെ നോക്കാം. വല്ലാത്തൊരു വീടില് പിന്നെ നോക്കാം. എന്താ അമ്മ ആലോചിക്ക്. നമ്മുടെ വീട്ടിലെ അവസ്ഥ നോക്ക്. ഒരാൾക്ക് വരാൻ പറ്റുന്നില്ല. എന്റെ അവസ്ഥ വെച്ചിട്ട് ആർക്കും വരാൻ പറ്റുന്നില്ല ഇവിടെ. ഇതെന്താ കാരണം? അച്ഛനാണ്, എനിക്കറിയാം. പക്ഷെ ഒരു പരിധിയില്ലേ നമ്മള്.
വല്ല വൃദ്ധസ്ഥാനത്തിൽ ഞാൻ കൊണ്ടേ വിടും. പിന്നെ തള്ളയും കൂടെ കൊണ്ടേ വിടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്ന് അങ്ങോട്ട് അകത്തേക്ക് കൊണ്ടുപോയി. കഷ്ടമാണിത്, അതൊരു കഷ്ടമാണ്. കുടുംബത്തിലൊരു ആള് വരാൻ പറ്റുന്നില്ല, വല്ലാത്തൊരവസ്ഥ. ഇന്ന് കൊല്ലവർഷം 1980 ജൂലൈ 20. കർക്കിടക മഴ തകർത്തു പെയ്യുന്നുണ്ട്. അവധി ദിവസമായതിനാൽ മഴയുടെ തണുപ്പിൽ മടി പിടിക്കാതെ ഒരാഴ്ചയായി രാമൻ മാസ്റ്ററുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാവിൻ്റെ നടുവാനായി വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി. അച്ഛൻ മുറ്റത്തെ മണ്ണ് വാരി കളിക്കുന്നത് കണ്ട് ഹരിക്കുട്ടൻ ഓടി വന്നു. സംസാരിച്ചു തുടങ്ങിയ അവന്റെ കുഞ്ഞു കുഞ്ഞു ഭാഷയിൽ ഓരോരോ സംശയങ്ങൾ ചോദിച്ചു തുടങ്ങി. അച്ഛൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയാനുള്ള അവന്റെ തീർത്താലും തീരാത്ത സംശയങ്ങൾ എല്ലാത്തിനും മറുപടി കൊടുത്തുകൊണ്ട് ഞാൻ പണി തുടർന്നു. ഒടുവിൽ ഹരിക്കുട്ടനോടൊപ്പം ഈ മാവും വലുതാകുമെന്നും അതിൽ മധുരമുള്ള മാമ്പഴങ്ങൾ ഉണ്ടാകുമെന്നും അത് കഴിക്കുവാനായി കുട്ടന്റെ കൂടെ അണ്ണാരക്കണ്ണനും കാക്കയും ഒക്കെ വരുമെന്ന് കേട്ട സന്തോഷം അറിയിക്കുവാനായി അവൻ അമ്മയുടെ അടുക്കലേക്ക് ഓടി. കുഞ്ഞു മനസ്സിന്റെ അളവില്ലാത്ത സന്തോഷത്തോടെ ഓടിപ്പോകുന്ന അവനെ നോക്കി നിന്നപ്പോൾ ഞാൻ ഓർത്തു, ഒരു നാൾ ഞാനില്ലാതായാലും അവന്റെ അച്ഛന്റെ ഓർമ്മയായി ഈ മാവ് ഇവിടെ കാണണം. എന്റെ സ്നേഹത്തിന്റെ മധുരമൂറുന്ന മാമ്പഴങ്ങൾ എപ്പോഴും എൻ്റെ മകന് കിട്ടണം. ഈ മാവിൻ്റെ മുകളിൽ ഒരു ബലിക്കാക്കയായി വന്നിരുന്നു എൻ്റെ മകനെയും അവൻ്റെ മക്കളെയും അവരുടെ മക്കളെയും എനിക്ക് കാണണം. എൻ്റെ മകൻ്റെ ജീവിതത്തെ ഒരു തണലായി, ഒരു മധുരമായി, ഓർമ്മയായി അവൻ്റെ അച്ഛൻ എന്നും ഉണ്ടാവണം. എങ്കിലും ഞാനെന്നും എന്നച്ഛൻ്റെ നെഞ്ചും പകർന്നൊരാച്ചൂടും ഹൃദയ സ്പന്ദനരാഗങ്ങളും കേട്ട് സുരക്ഷിതനായ കരവലയത്തിൽ കുഞ്ഞായി തീരുവാൻ ഇന്നത്തെ നിങ്ങളിലേക്കുള്ള ദൂരം ഒരു നാൾ വേദനയോടെ നിങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും കാലം ഒരു കള്ളച്ചിരിയുമായി നിങ്ങളെ നോക്കി പരിഹസിക്കാതിരിക്കട്ടെ.